ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെറന് ഒന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട്, അതുപോലെ തന്നെ നീനുവിന് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്നത് വരെ അവളിവിടെ സ്കൂളിൽ തന്നെ പോട്ടെ എന്ന് കരുതി. ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നിസാർ ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെ അവിടെ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ നല്ല റഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോക്കൺ എടുത്തിട്ട് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ വന്ന് കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. യാറമാളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഓഫേഴ്സ് ഓൺ ഗോയിങ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോണ്ടല്ലോ നല്ല റഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എത്തിയപാട് തന്നെ നേനു ഡയപ്പറിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഓടുന്നത്. മോൾക്ക് ഡയപ്പർ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവൾക്ക് എടുക്കാൻ വന്ന സാധനം പോലും ഓർമ്മയില്ലാണ്ട് മോൾക്കുള്ള സാധനങ്ങളാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സോപ്പ് പൊടി, സാവോന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിലൊന്നും വല്ലാണ്ട് റഷില്ല, പക്ഷേ സ്കൂളിൻ്റെ സെക്ഷനിലുണ്ടല്ലോ ഭയങ്കര റഷായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഒത്തിരി സാധനങ്ങളും സെർച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചൊക്കെ സാധനങ്ങൾ മാത്രമേ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കാരണം തിരയാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത്രയും റഷായിരുന്നു. പിന്നെ റീൽസിലെല്ലാം പറയുമ്പോഴുള്ള അത്ര വലിയ ഓഫേഴ്സൊന്നും ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. ഇനി അത് എക്സ്പെക്ട് ചെയ്തിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. റീൽസിൽ കണ്ടിട്ട് നമ്മളും പോയിട്ടുണ്ടായിരുന്നേ, 10 നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 10 ഫ്രീ എന്നും പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ 60 രൂപയുടെ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 30 രൂപ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നാണ്. പക്ഷേ ആക്ച്വലി അതിന് 30 രൂപയുടെ നോട്ട്ബുക്കേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴുണ്ടല്ലോ എൻ്റെ ഫ്രണ്ടും അവളുടെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ +1 +2 ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം അവളെ കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവളുടെ പിള്ളേർ വലിയ പിള്ളേരായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളത് ടേസ്റ്റ് ചെയ്തിട്ട്, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നാട്ടിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലോഡഡ് ഫ്രൈസ് കഴിക്കുന്നത്. പിന്നെ നീനുവിന് ഒരു ഫലൂദയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും നല്ലൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓപ്പൺ ടെറസിൽ ചെന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ മാങ്ങ ഒരുപാട് നിലത്ത് ചാടി കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മാങ്ങ എന്താണ് എല്ലാവരും പറയുന്നറിയില്ല, മുട്ടിക്കുടിയ മാങ്ങ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കാണ് കേട്ടോ അതിൻ്റെ പകുതി പോർഷനും വീണ് കിടക്കുന്നത്. ബാക്കി കുറച്ച് സൈഡ് മാത്രമേ ഉള്ളൂ അപ്പുറത്തെ ഭാഗത്തേക്കായിട്ടുള്ളത്. ഈ ഒരു ടൈമിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അനിസക്കാനാണ് കേട്ടോ. കാരണം ആൾക്കിത് പഴുത്തിട്ട് കിട്ടിയിട്ടില്ല. ആൾ പോയിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.